നമുക്ക് എത്ര ആലോചിച്ചാലും പിടികിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു വ്യക്തിയുടെ വേദനയിൽ ഇത്ര ആഴമായി എങ്ങനെയാണ് മറ്റൊരു മനുഷ്യന് പങ്കുചേരാൻ കഴിയുക? ഒരാൾ മരിക്കുമ്പോൾ പോയി അവിടെ നിൽക്കാൻ കഴിഞ്ഞേക്കാം, ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞേക്കാം, രോഗാവസ്ഥയിൽ സന്ദർശിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇതുപോലെ മറ്റൊരുവൻ്റെ വേദനയിൽ സ്വയം മുറിഞ്ഞ് പങ്കുചേരാൻ എങ്ങനെ കഴിയും? വേറൊരുവൻ്റെ സങ്കടം എങ്ങനെയാണ് അവൻ്റെ സ്വന്തം വേദനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുക? മനുഷ്യത്വം എന്നൊക്കെ നമ്മൾ ഇതിനെ പേരിട്ട് വിളിക്കുമെങ്കിലും അത് മനുഷ്യത്വത്തിനൊക്കെ ഒരുപാട് അപ്പുറത്താണ്. ശരിക്കും അത് ദൈവികത തന്നെയാണ്. അത്തരത്തിലൊരു സംഭവമാണ് ഇന്നലെ പൊടിപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിൽ അരങ്ങേറിയത്. അതൊരു അനുഭവമായിരുന്നു, വാക്കുകൾക്ക് വിവരിക്കുന്നതിനപ്പുറത്താണ്. ഇടവകയിലെ അതിസുന്ദരികളായ ഒരു പിടി മക്കൾ തങ്ങളുടെ മുടി ഒത്തിരി സന്തോഷത്തോടെ ക്യാൻസർ രോഗികൾക്കായി മുറിച്ചു നൽകി. 7 പേരാണ് അവിടെ മുടി മുറിച്ച് നൽകാൻ തയ്യാറായി വന്നത്. അതിൽ 5 പേര് കൊച്ചു പെൺകുട്ടികളാണ്. മറ്റ് 2 പേരിൽ ഒരാൾ, ഈ 5 കുട്ടികളിൽ ഒരാളുടെ അമ്മയായിരുന്നു. പിന്നെ ഒരാൾ തൻ്റെ മരുമകളുടെ മുടി മുറിച്ചത് കൊടുക്കാൻ വന്നതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൗമാരത്തിൽ ഏറ്റവും വിലപ്പെട്ടതും സൗന്ദര്യത്തിൻ്റെ തികവുമാണ് മുടി. അത് മറ്റൊരാൾക്ക് പങ്കുവയ്ക്കാൻ തയ്യാറായി എന്നുള്ളത് സുവിശേഷത്തിൻ്റെ ഒരു മഹത്തായ സാക്ഷ്യം കൂടെയാണ്. തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയെഴുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണല്ലോ ബൈബിൾ പറയുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ തന്നെയാണ് മുടി. ഈ സുവിശേഷ വീഡിയോ നമുക്കൊന്ന് കാണാം. ഏഞ്ചൽ, അലീന, അലോണ, ജോബിറ്റ, ടെസ. ഒരാഗ്രഹമായിരുന്നു എൻ്റെ മോൻ്റെ ഭാര്യയുടെ മുടി. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരാഴ്ച കൊണ്ട് ഒരു അറിയിപ്പ് കൊടുത്തതിന് വെളിച്ചത്തിലാണ് നമുക്ക് ഈ 7 പേരുടെ അല്ലെങ്കിൽ 6 പേരുടെ ഇന്ന് മുറിക്കുന്നു. 7 പേരുടെ ഉണ്ട് മുഴുവനായിട്ട്. കർത്താവിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ മേലുണ്ടാവുമാറാട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓരോരുത്തരുടെയും മുടി മുറിച്ചതിന് ശേഷം അവരുടെ പേരുകൾ എഴുതിയ ഒരു പ്രത്യേക കവറിലിട്ട് അവർ ക്യാൻസർ രോഗികൾക്കായി നൽകുകയാണ്, സൗജന്യമായി നൽകുകയാണ്. മുടി മുറിച്ച് 2 അറ്റവും കെട്ടി അവരുടെ കയ്യിലേക്ക് തന്നെയാണ് ആദ്യം അത് കൊടുത്തത്. ആ മുറിച്ച മുടി കയ്യിലേക്ക് കിട്ടിയപ്പോൾ അതിലൊരു പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു ചിന്ത വരാം, അവൾ ആരുടെയെങ്കിലും നിർബന്ധത്തോടെ ആണോ മുടി മുറിച്ച് കൊടുത്തത്? പൂർണ്ണ മനസ്സ് അവൾക്കില്ലായിരുന്നോ? അത് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത്, തുടക്കത്തിൽ അച്ഛൻ്റെ അടുക്കൽ വന്ന് അച്ഛ എൻ്റെ മുടി മുറിച്ച് നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ 2 പെൺകുട്ടികളിൽ ഒരാളാണ് അവൾ. പക്ഷേ താൻ അത്രയും കാലം സൂക്ഷിച്ച, ജീവനായി പരിപാലിച്ച തൻ്റെ മുടി കയ്യിലേക്ക് കിട്ടിയപ്പോൾ അല്പനേരത്തേക്കെങ്കിലും അവളുടെ കണ്ണ് നിറഞ്ഞു. സ്വാഭാവികമാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം അവർ സന്തോഷത്തോടെ സ്വീകരിച്ച ആ സഹനത്തിലെ നന്മ വിവരിക്കാനാണ്. വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. അതിലൊരു പെൺകുട്ടി 2ാം തവണയാണ് തൻ്റെ മുടി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. ഇതിനായി അവരെ പ്രോത്സാഹിപ്പിച്ച പൊടിപ്പാറപ്പള്ളി വികാരി സോണി മുണ്ടതണ്ടക്കൽ അച്ഛൻ ഏറെ സന്തോഷത്തോടെ, ഒത്തിരി അഭിമാനത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനോടകം 50-ന് മുകളിൽ ആളുകൾ തങ്ങളുടെ മുടി മുറിച്ച് നൽകാൻ തയ്യാറായി ഇതുപോലെ മുന്നോട്ട് വന്നുവെന്ന്. അച്ഛൻ്റെ വാക്കുകളിലേക്ക്. അച്ഛാ, ഏകദേശം 50 പിള്ളേർ ഡൊണേഷൻ ചെയ്യാനായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിനോടകം? അപ്പം എത്ര വർഷമായിരുന്നു ഇത് തുടങ്ങിയിട്ട്? ഇവിടെ 2004 ഞാൻ തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം അവിടെ റീജിയണൽ ക്യാൻസർ സെൻ്ററുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തിരിച്ചറിഞ്ഞത് ഈ ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ തലമുടി കൊഴിയുമെന്ന് അറിയുന്നത്. അപ്പോൾ അന്നൊരു സമയത്താണ് ഞാനും ഇവരെ കൗൺസിലിംഗ് കൊടുത്ത് ഇവരെ ഒന്ന് ഒരുക്കണമല്ലോ. ക്യാൻസർ രോഗം തന്നെ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിലൊരു അണുബോംബ് വീഴുന്ന പോലാണ്. ആദ്യമേ എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന്. അവരോട്, ആ രോഗിയോടൊന്ന് പറയണം, ഇത് ക്യാൻസർ രോഗമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അത് കേൾക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാലേ RCCയിൽ വരുമ്പോൾ, മലബാറിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ അവിടെ പ്രതീക്ഷ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും കുഴപ്പമില്ല, രക്ഷപ്പെടും എന്നതാണ്. പക്ഷേ നല്ല ചികിത്സ ലഭിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരുന്നത്. അന്ന് നമ്മൾ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ 2ാമത്തെ ചികിത്സയുടെ ഭാഗമാണ് കീമോതെറാപ്പി, റേഡിയേഷൻ ചെയ്യുമ്പോഴത്തേക്കും കൈവെള്ളയും ശരീരമൊക്കെ കറക്കും. എന്നാലേ കീമോതെറാപ്പി എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തലമുടി കൊഴിഞ്ഞു പോകും. അതവർ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാനസികവും ശാരീരികമായ വേദന അതിനകത്തുണ്ടാകുന്നു. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ആ സമയത്താണ് ഇങ്ങനൊരു ചിന്ത വന്നത്, ഈ ബിഗ് തയ്യാറാക്കി കൊടുക്കത്തക്ക രീതിയിൽ പദ്ധതി. അപ്പം അതിനെ നമ്മൾ തലമുടി ഡൊണേറ്റ് ചെയ്യുന്നവരെ അതിന് പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ സമൂഹത്തിലേക്ക് ഒത്തിരി പേര് വന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഈ ഒരു വർഷം 2025 ആയപ്പോഴത്തേക്ക് ഞാൻ 50 കഴിഞ്ഞു. ട്രിവാൻഡ്രത്തായിരുന്നപ്പം എങ്ങോട്ടേക്കായിരുന്നു മുടി നമ്മൾ ഡൊണേഷൻ? അന്ന് ആ സമയത്ത് പോലും നമ്മൾ സർഗക്ഷേത്രം, അതുപോലെ പല ടീം വർക്കുള്ള ഇതുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നത്.
അപ്പോൾ അവിടെ ഇപ്പം നാട്ടിലായതുകൊണ്ട് നമ്മളിവിടെ സർഗക്ഷേത്രയിലേക്ക് അത് കൊടുക്കുന്നത്. കുട്ടികളോട് നമ്മൾ നേരത്തെ പറയുമോ അതോ എങ്ങനെയാണ്? നമ്മളിത് നേരത്തെ അനൗൺസ് ചെയ്യും. പിന്നെ ഓരോ കോളേജുകളിലും സ്കൂളുകളിലും പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോഴേ അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാൻ പോകും. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങി പ്രത്യേകം ഇത്ര നാൾ കൂടിയിരുന്ന അങ്ങനെയാണോ? അവരിത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വലിയ താല്പര്യമാണ്, എന്താണെന്നുള്ളത് മനസ്സിലാക്കും. കൊടുത്താൽ വലിയ പുണ്യമാണത്. അപ്പം കൊടുക്കാൻ പറ്റുന്നവരെ കടന്നു ആരും നിർബന്ധിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത്. അവരുടെ താല്പര്യത്തോടു കൂടി അവർ കടന്നു വരും. ഇന്നിപ്പോൾ ഇവിടെ പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആൺകുട്ടികൾ ഇങ്ങനെ തയ്യാറായി മുന്നോട്ട് വരാറുണ്ട്? ആൺകുട്ടികൾ ആരും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഒന്ന് തലമുടി വളർന്ന് വരാനായിട്ട് ഇത്രയൊരു സാധ്യത, പിന്നെ തലമുടി അത് പ്രോസസ്സിംഗ് ഉണ്ട്. അവർ നന്നായിട്ട് തന്നെ വൃത്തിക്കും മെനയ്ക്കും അത് കൊണ്ട് നടക്കണം. അപ്പം വൃത്തിയുള്ളതായിരിക്കണം അത്. ഇവരിവിടുന്ന് കളക്ട് ചെയ്ത് എങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും? പ്രോസസ്സിങ് നമ്മളത് ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ വിഗിനുള്ള ഓരോന്നും തയ്യാറാക്കുന്നത് അതിൻ്റെ അളവ് കണ്ടാൽ പിന്നെ തയ്യാറാക്കുന്നത്. ഓരോരുത്തരുടെ അളവ് വ്യത്യസ്തമാണ് തലയുടേത്. അപ്പോൾ തലയുടെ അളവ് കണ്ടിട്ട് നമ്മളതനുസരിച്ച് അവർ ക്രമീകരിച്ച് നമ്മൾ പറയുന്ന ഇപ്പോൾ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർ അയച്ചു കൊടുക്കും. നേരിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ആരും ബുദ്ധിമുട്ടിക്കത്തില്ല. വരുമൊന്നും വേണ്ട, അളവ് കൊടുത്താൽ മാത്രം മതി. ഈ പള്ളി വന്നിട്ട് എത്ര നാളായി? ഞാൻ വന്നിട്ട് 2 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 2 വർഷത്തിനിടയ്ക്ക് ഇപ്പം എത്രാമത്തെ പ്രാവശ്യം ഇത്? ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണത്. ഇപ്പോൾ 10-15 പേരെ കൂടുതൽ കിട്ടി. അച്ഛൻ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ്. ജീവിതം ഒന്നേ ഉള്ളൂ എന്നും ഒപ്പമുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാട്ടണമെന്നും അച്ഛൻ പറയുന്നു. ഈ 7 പേരെയും അവരുടെ മാതാപിതാക്കളെയും അതിനായി അവരെ ഒരുക്കിയ അവരുടെ അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. എത്ര നാൾ കാണുമെന്നൊക്കെ അറിയത്തില്ല. പലരുടെയും മരണവും പലരുടെയും വേദനയും പ്രയാസവും ഒക്കെ കണ്ടതുകൊണ്ട്, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളിടയിൽ എനിക്ക് 2004 മുതൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാൻ സാധിച്ചു. ആ സമയത്താണ് ഞാൻ RCC എൻ്റെ ഒരു ജീവിതാനുഭവം തന്നെയാണ്. അതുകൊണ്ട് ഇന്നും ക്യാൻസർ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നു ഇവിടുന്ന്. അങ്ങനെ പല പദ്ധതികൾ ചെയ്യുന്നത് ക്യാൻസർ മൂലം വേദനിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു മരണം സംഭവിക്കാം, അല്ലെങ്കിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അവരെല്ലാവർക്കും ഒരാശ്വാസം ഏതെങ്കിലും തലത്തിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. അവർക്കൊരു ബലം കൊടുക്കണം, അവരെ ചേർത്ത് പിടിക്കണം. ആ ചേർത്ത് പിടിക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അവർക്ക് ഈ കീമോതെറാപ്പി എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. തലമുടി ഉള്ളവർ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തലമുടി കൊടുക്കുവാനായിട്ട് സാധിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്കതായാലും തലമുടി കൊടുക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ്. കൊടുത്തൊരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് വലിയ സന്തോഷമാണ്. വാസ്തവത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു പുണ്യം തന്നെയായിരിക്കും. അച്ഛനെ തുടങ്ങി വെച്ച ഈ ഒരു നന്മ അനേകരിലേക്ക് പടരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അച്ഛാ. താങ്ക് യു.